അങ്ങാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യാത്രകാലങ്ങളിൽ മുഹാജിറായി വന്നതിന് ശേഷവും ഈ മദീനയിൽ ജീവിക്കുന്ന കാലവും സൗറിന്റെ ഗുഹാമുഖത്തും യാത്രാവേളകളിലും ഹിജറയുടെ സാഹചര്യങ്ങളിലും അനുസ്യൂതമായ വഹീനെ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റെടുക്കപ്പെടുന്ന അധിക സമയങ്ങളിലും അവിടുത്തെ അറിഞ്ഞതും പഠിച്ചതും കൂട്ടുകാരനായി നിന്നതും താൻ പോലും രണ്ടാമനെന്ന് പറഞ്ഞവൻ നിങ്ങളാണല്ലോ, അതുകൊണ്ട് നുബായുക്, നിങ്ങളെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യുകയാണ്. വഅന്ത സയ്യിദുനാ വഖൈറുനാ വഅഹിബ്ബുനാ ഇലാ റസൂലില്ലാഹ്, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽപ്പെട്ട ഏറ്റവും കരണീയനാണ്, ഞങ്ങളിൽപ്പെട്ട ഏറ്റവും ഉന്നതൻ അങ്ങാൻ, ഏറ്റവും ഉദാരമതിയും അങ്ങാൻ. വഅഹിബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും പ്രിയങ്കരവും അങ്ങാൻ. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ ഖലീഫയായി, ഖിലാഫത്തിനായി, ഇസ്ലാമിന്റെ സ്ഥാനത്തേക്ക് പ്രഥമ ഖലീഫയായി അങ്ങ് ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ്. ആ ചർച്ചയിൽ എല്ലാവരും പെട്ടെന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾക്ക് കേൾവി കൊടുക്കുകയും അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തു. വലിയ ഒരു ചർച്ചയ്ക്ക് ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം വരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും ആ സ്വഹാബത്ത് മുഴുവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സ്വാഹിബായ ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിക ലോകത്തെ പ്രഥമ ഖലീഫയായി തെരഞ്ഞെടുത്തു എന്നാണ്. ആ ശബ്ദങ്ങളെല്ലാം അങ്ങനെ പതിയെ കെട്ടടങ്ങിയപ്പോ, ചർച്ചകൾക്കെല്ലാം പരിസമാപ്തി കുറിച്ചപ്പോ സദസ്സിന്റെ ഇടയിൽ നിന്നൊരു വല്ലാത്ത തേങ്ങക്കരിച്ചൽ കേൾക്കാമെന്നാണ്. ആ സദസ്സിന്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യനിരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇതിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ നിമിഷം മുതൽ അങ്ങോട്ട് ഈ ഉമ്മത്തിന്റെ ഖലീഫ പദം ഞാനാണല്ലോ അലങ്കരിക്കുന്നത്. നാളെ ഖിയാമത്തിന്റെ നാളിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ നിങ്ങളുമായി വരുമ്പോ, ഇസ്ലാമിക രാഷ്ട്രത്തലവനായി ഞാൻ വരുമ്പോ, ആ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഉമറെ ഇനി ഞാൻ മറുപടി പറയുന്നത്? വലിയ ഭാരപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ എനിക്ക് നിങ്ങൾ ഏറ്റിത്തന്നത് എന്ന് ചോദിച്ചിട്ട് കൊച്ചുകുട്ടിയെ പോലെ ആ സദസ്സിലിരുന്ന് കൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. അധികാരം വലിയ ഭാരാണ്. അത് സ്വയം ഏറ്റെടുക്കപ്പെടുന്നത് നബി തങ്ങൾ നിരാകരിച്ചിട്ടുണ്ടെന്നാണ്. സ്വയം ആരും ഏറ്റെടുക്കരുതെന്നാണ്. ഇന്നത്തെ കാലത്ത് വർത്തമാന സാഹചര്യത്തിലേക്ക് സ്വർണ്ണക്കനി പോലെ അധികാരത്തിന്റെ 4 അക്ഷരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിരന്തരമായ ചർച്ചകളും കുതികാൽ വെട്ടലുകളും ചതിപ്രയോഗങ്ങളും വില കൊടുത്തു വാങ്ങലും എല്ലാം അങ്ങനെ സുലഭമായി നടക്കുന്നിടത്ത് ഇസ്ലാമിക ചരിത്രത്തിന്റെ മനോഹരമായ ഏടുകൾ നാം പരതുമ്പോ ഈ ഖിലാഫത്തിന്റെ അധികാരത്തിന്റെ സ്ഥാനമാനങ്ങളെ ഓർത്ത് ഭയപ്പെട്ടിട്ട് ഓടി മാറിയ ഒട്ടനവധി സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്.